പ്രധാനപ്പെട്ട വാർത്ത ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി എക്സിൽ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ആക്ഷൻ ഈസ് കൺക്ലൂഡഡ് അൺലെസ് ദ ഇസ്രായേലി regime decides to invite further retaliation. In that scenario, our response will be stronger and more powerful. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. തൽക്കാലം ഞങ്ങൾ പിൻവാങ്ങുന്നു, ഈ മിസൈൽ ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുന്നു എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, താൽക്കാലികമായിട്ടുള്ള മിസൈൽ ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നതായി താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നതായി ഇറാൻ അറിയിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി ആശങ്കകൾക്ക് താൽക്കാലികമായ വിരാമമാകുന്നു. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി ഇപ്പോൾ പറയുന്നു മിസൈൽ ആക്രമണം താൽക്കാലികമായി നിർത്തുന്നു എന്ന് ഇറാനിയൻ സേന പറയുന്നു. അതേതെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടാകുന്നതുവരെ ആക്രമണം നിർത്തിവെക്കുന്നു എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഇസ്രായേൽ പ്രകോപിപ്പിക്കുന്നതുവരെ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. ഏറെ ആശ്വാസകരമായൊരു വാർത്തയാണ്, താൽക്കാലികമായ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്നലെ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ജോർദാനു മീതെ ജെറുസലേമിനെയും ടെലവീവിനെയും ലക്ഷ്യം വെച്ച് ഇറാൻ തൊടുത്തിരുന്നു. അവയിൽ പലതും ഇസ്രായേലിൻ്റെ അയൺഡോം സംവിധാനം ഉപയോഗിച്ച് തകർത്തിരുന്നു. അമേരിക്കയുടെ പെൻറ്റഗണിൽ നിന്നുള്ള സൈനിക വക്താവ് അറിയിച്ചതനുസരിച്ച് ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് അമേരിക്കയും പല മിസൈലുകളും വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ടെലവീവിൽ അജ്ഞാതൻ നടത്തിയ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഒരു യുദ്ധത്തിലേക്ക് ഇറാനും ഇസ്രായേലും എത്തുമോ എന്നൊരു ആശങ്ക പടർന്നത്. ആ ആശങ്കയ്ക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമമാകുന്നു. അവർ ആക്ഷൻ ഈസ് കൺക്ലൂഡഡ് അൺലെസ് ദ ഇസ്രായേലി regime decides to invite a further retaliation. ഇസ്രായേൽ സേന കൂടുതൽ പ്രകോപിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രകോപിപ്പിക്കുന്നതുവരെ താൽക്കാലികമായി ഈ ആക്രമണം നിർത്തുന്നു, ഞങ്ങളുടെ എല്ലാ ആക്ഷനുകളും നിർത്തുന്നു എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ പിൻവാങ്ങുന്നു താൽക്കാലികമായി. അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു. അപർണ കാർത്തിക, ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചിയുടെ എക്സിലെ പോസ്റ്റ് അനുസരിച്ച് ഇറാൻ താൽക്കാലികമായി പിൻവാങ്ങുകയാണ് ഈ ആക്രമണത്തിൽ നിന്ന്. ആശങ്കകൾക്ക് താൽക്കാലികമായി വിരാമമാകുന്നു, അല്ലേ? ചെറിയൊരു ആശ്വാസം തരുന്ന വാർത്ത തന്നെയാണ് ഇറാനിൽ നിന്ന് വരുന്നത്. താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ടും ഏറെ വിലപ്പെട്ട വാക്കുകളായി തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചൊരു കാര്യമാണ് സെൻട്രൽ ജാഫയിലെ വെടിവെപ്പിനെ കുറിച്ച്. ആ വെടിവെപ്പ് മിസൈൽ ആക്രമണത്തിന്റെ തുടർച്ചയായിട്ടല്ല എന്നുള്ളൊരു വിശദീകരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ആ വെടിവെപ്പ് സെൻട്രൽ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ 2 പേരാണ് വെടിയുതിർത്തത്. അവന് ഈ ആക്രമണവുമായി നിലവിൽ ബന്ധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഒരു ആശ്വാസകരമായ വാർത്തയാണ്. അത് മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇല്ലായ്മ ചെയ്യുന്ന ഒരു വാർത്ത കൂടിയാണ്. അത് നമ്മൾ നേരത്തെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു വാർത്തയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിച്ചത്. എന്തായാലും ആ തരത്തിലുള്ള ആക്രമണമല്ല, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്, ഒരു സാധാരണ ആക്രമണം മാത്രമാണ് എന്ന തരത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനം കൂടി വരുമ്പോൾ ശാന്തമാകുന്നു സ്ഥിതി, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കാഷ്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പങ്കുവെക്കാനുള്ളത് എന്ന് തന്നെ ആശ്വസിക്കാം. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു: അവർ ആക്ഷൻ ഈസ് കൺക്ലൂഡഡ് അൺലെസ് ദ ഇസ്രായേലി regime decides to invite further retaliation. കൂടുതൽ പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇനി ആക്രമണത്തിനില്ല. ഇറാൻ താൽക്കാലികമായി പിൻവാങ്ങുകയാണ്. ഇൻ ദാറ്റ് സെനാരിയോ, ഇനി ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ അവർ റെസ്പോൺസ് വിൽ ബി സ്ട്രോങ്ങർ. ഞങ്ങളുടെ പ്രതികരണം ഇതിലും കടുത്തതായിരിക്കും, ആൻഡ് മോർ പവർഫുൾ, ഇതിലും ശക്തിയുള്ള പ്രതികരണമായിരിക്കും നടത്തുക എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി നൽകുന്നുണ്ട്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പോസ്റ്റാണ്. നിലവിൽ ഈ ടെൻഷൻ, ഈ സംഘർഷം കൂടുതൽ മെച്ചപ്പെടാൻ, അല്ലെങ്കിൽ ഈ സംഘർഷം കൂടുതൽ വലുതാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എത്തുന്നു. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചിയുടെ പ്രസ്താവന ലോകരാഷ്ട്രങ്ങളിൽ പക്ഷേ സ്വാഗതം ചെയ്തേക്കും. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനിരിക്കെയാണ് ഇറാൻ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അല്പസമയം മുമ്പ് എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റിൽ ഇറാനിയൻ പ്രതിരോധ മന്ത്രി, ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അറിയിച്ചിരിക്കുന്നത്. പ്രകോപനമുണ്ടായില്ലെങ്കിൽ ഇനി ആക്രമണമില്ല, തൽക്കാലം ഞങ്ങൾ ആക്രമണം നിർത്തുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർ ആക്ഷൻ ഈസ് കൺക്ലൂഡഡ് അൺലെസ് ദ ഇസ്രായേലി regime decides to invite further retaliation. കൂടുതൽ പ്രകോപനം ഇസ്രായേൽ ഉണ്ടാക്കാത്ത പക്ഷം ഞങ്ങൾ ആക്രമണം അവസാനിപ്പിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രകോപനമുണ്ടാക്കിയാൽ ഇതിലും കൂടുതൽ രൂക്ഷമായ
കടുത്ത രീതിയിലുള്ള പ്രതികരണം തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ വിദേശകാര്യമന്ത്രി നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ. ഏറെ ആശ്വാസകരമായ വാർത്ത. അമേരിക്കയടക്കം ഇസ്രായേലിന് പൂർണ്ണ സൈനിക പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനിരിക്കെയുമാണ് ഇറാന്റെ പ്രസ്താവന എത്തുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇന്ന് പുലർച്ചെയും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലെബനന്റെ തെക്കൻ തീരങ്ങളിൽ ഇസ്രായേലിന്റെ ബോംബിംഗ് നടന്നിരുന്നു. ഇസ്രായേൽ നടത്തിയ ബോംബിംഗ് 3 ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗങ്ങളിലാണ് ഇന്ന് ബോംബിംഗ് നടത്തിയത്. ആ 3 ബോംബിങ്ങുകളും ലക്ഷ്യം കണ്ടുവെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. മാത്രമല്ല ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ താൽക്കാലികമായിട്ടുള്ള പിന്മാറ്റം. ആക്രമണം അവസാനിപ്പിക്കുന്നു, കൂടുതൽ പ്രകോപനം ഇസ്രായേൽ നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി ആക്രമണത്തിനില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അതിൽ വ്യക്തമായ സൂചനകളുണ്ട്. ഇത് ഇസ്രായേൽ അനുസരിക്കുമോ? നേരത്തെ ഫബിയൻ പറഞ്ഞതുപോലെ ഇറാനെ തുടർച്ചയായിട്ട് പ്രൊവോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ നെതന്യാഹു ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുമോ? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഏരിയൽ സ്ട്രൈക്ക്, ഒരു വ്യോമാക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കൈവിട്ടു പോകും. നിലവിൽ അമേരിക്കയും അത് ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പാണെന്ന് പ്രേക്ഷകർക്കറിയാം. അമേരിക്കയിൽ ഡെമോക്രാറ്റുകൾക്ക് വിജയസാധ്യത കൂടുതലായി നിൽക്കുന്ന ഘട്ടമാണ്. കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മുൻപിലാണ്. പക്ഷേ ഡെമോക്രാറ്റുകൾക്കിടയിൽ പലസ്തീനെ അനുകൂലിക്കുന്നവരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ വ്യക്തമായി ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ മാത്രമാണുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് അമേരിക്കയിലെ തിരഞ്ഞെടുപ്പിനെ പോലും സ്വാധീനിച്ചേക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ നേർക്കുനേർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. താൽക്കാലികമായ വെടിനിർത്തൽ അമേരിക്കയ്ക്കും ആശ്വാസകരമാണ്, ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ആശ്വാസകരമാണ് ആ വാർത്ത. ആ വാർത്തയാണ് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. ഇറാൻ താൽക്കാലികമായി ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അക്ഷിയാണ് ഇപ്പോൾ എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്നത്.